തീരെ നമസ്കാരം. സ്റ്റേജിൽ നിൽക്കുന്നത് ശ്രീ സുരേഷ് ഗോപിയും മറ്റുള്ളവരും. പക്ഷേ സുരേഷ് ഗോപി അല്ല സംസാരിക്കുന്നത്. സുരേഷ് ഗോപിയുടെ അതേ ശബ്ദത്തിലെ വേദിയിലിരിക്കുന്ന ഒരാളുടെ സൗണ്ടാണ് നാം കേൾക്കുന്നത്. നമുക്ക് ആളെ ഒന്ന് കണ്ടാലോ? സുരേഷ് ഗോപിയുടെ അതേ സൗണ്ടില് സംസാരിക്കുന്ന മറ്റൊരാൾ. ദേ വരുന്നു. ചേച്ചി താങ്ക് യു സോ മച്ച്. അപ്പൊ ഇനി നമ്മുടെ ഷോയ്ക്ക് ഇവിടെ ഉണ്ടാവണം എന്ന് ഞങ്ങൾ റിക്വസ്റ്റ് ആണ്. ചേച്ചി പ്ലീസ് ബി ഓൺ ദ സൈഡ്. അദ്ദേഹമാണ് സമാന സൗണ്ടില് സുരേഷ് ഗോപിയുടെ പോലെ അതേ സൗണ്ടിൽ സംസാരിക്കും. അതെ, എനിക്ക് സത്യം പറഞ്ഞാല് എന്റെ സുരേഷിന്റെ ഇതെങ്ങനെ ഇത് ഒരു സൗണ്ട് ഇങ്ങനെ കിട്ടുന്നേ? നേരത്തെ പറഞ്ഞില്ലേ, കുറച്ച് കൂട്ടി പറയുന്ന പറഞ്ഞില്ലേ, അത് തന്നെയാണ് മെമിക്രി തന്നെയാണ്. ആണോ? ഇത് വലിയ അബദ്ധത്തിൽ പോയി ചാടിയ ആളാണ്. ഇതിങ്ങനെയാണ് ശബ്ദം എന്നൊക്കെ പറഞ്ഞിട്ട് പോയി അബദ്ധത്തിൽ ചാടി അവസാനം രക്ഷിക്കാനും ഞാനാ ചെല്ലുന്നത്. വീഡിയോ ചെയ്തിടാൻ പറഞ്ഞു. ഭയങ്കര കുഴപ്പത്തിലായിരുന്നു. പോലീസുകാരനാ. അതാണ്, സിവിൽ സർവന്റ് ആണ്, എക്സൈസ് ഓഫീസർ ആണ്. ശരിക്കും പറഞ്ഞ DC-യുടെ ഡെപ്യൂട്ടി കമ്മീഷണറുടെ സ്പെഷ്യൽ പെർമിഷനിലാണ് സാർ ഇന്നിവിടെ വന്നേക്കുന്നത്. അല്ല, ഞാൻ ചോദിക്കട്ടെ, ആരാണ് ആദ്യം പറഞ്ഞത് ഈ സുരേഷ് ഗോപിയുടെ ശബ്ദമായിട്ട് ഒരു ബന്ധമുണ്ട് എന്നുള്ള ആരാ പറയുന്നേ? എന്തായാലും ഈ ഒരു ഷോയിൽ വരുമ്പോ ഞാൻ ആദ്യം തന്നെ എന്റെ സുരേഷ് ഏട്ടന്റെ ഫാൻസിനോടും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഞാൻ പറയും, ഈ മോഡുലേഷൻ ഞാൻ അങ്ങനെ തന്നെ കീപ്പ് ചെയ്യാൻ പോവുകയാണ്. കാരണം മഹാത്മാ രക്ഷക് പുരസ്കാരം എനിക്ക് തൃശ്ശൂരിൽ ചേർപ്പ് മൈതാനിയിൽ വെച്ച് നൽകുന്ന ആ ഒരു നിമിഷം ജയരാജ് വാര്യർ അദ്ദേഹം എന്നോട് പറഞ്ഞിരുന്നു, ഈ മനുഷ്യൻ അബ്ദുൽ ബാസിത്ത് എന്ന് പറയുന്ന ഈ ആൾ ലഹരിക്കെതിരായിട്ടുള്ള സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് അതിനുള്ള വെഹിക്കിളായി, അത് എത്തിക്കുന്നതിനുള്ള ഒരു വെഹിക്കിളായി അദ്ദേഹം സെലക്ട് ചെയ്തിരിക്കുന്ന ഒരു വാഹനം എന്റെ ഏട്ടന്റെ വോയിസ്. കാരണം ഈ ഒരു രീതിയിൽ പറഞ്ഞ് ഒരുപാട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. അതിൽ നിന്നുള്ള ഒരുപാട് ഫീഡ്ബാക്കുകൾ എനിക്ക് കിട്ടി. ഒരുപാട് ആൾക്കാരിൽ നിന്നുള്ള മാറ്റം ഞാൻ അനുഭവിക്കുന്നുണ്ട്. മുന്നോട്ട് പോയിക്കൊണ്ട് തന്നെ ഇരിക്കും. എത്ര എതിർപ്പുകൾ വന്നാലും ട്രോൾ ചെയ്യാനും. ഇങ്ങനെയുണ്ട് ഈ സൗണ്ട്. ഞാൻ ഒറ്റ കാര്യം ചോദിച്ചു.